കലങ്കാരിയിലുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. വന്നിരിക്കുന്നത് 30s by 30s ആയിട്ടുള്ള കോട്ടണിലാണ്. കലങ്കാരി ഫാബ്രിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു പരിപരുത്ത കോട്ടൺ ആണ്. 30s ആകുമ്പോൾ കുറച്ചും കൂടി ഏഴ് അടുത്തിട്ടുള്ള ഫാബ്രിക് ആണ്, തിക്കായിട്ടുള്ള ഫാബ്രിക് ആണ്. തിക്കാവുമ്പോൾ അങ്ങനെ പടപെടാതിരിക്കുന്നൊന്നും പേടിക്കേണ്ട, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് കൂടി തന്നെയാണ്. 139 rupees പെർ മീറ്റർ. 48 ഇഞ്ചാണ് ഇതിന്റെ വിഡ്ത് വന്നിരിക്കുന്നത്. ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കലങ്കാരി ഫാബ്രിക് ആണ് കേട്ടോ, ലൈനിങ് ഇല്ലാതെ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ഇത് വന്നിരിക്കുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോ ആ ഒരു ടോണിലേക്കാണ്. നമുക്ക് എപ്പോഴും ഈ കലങ്കാരി ഒക്കെ അവൈലബിൾ ആകുന്നത് ഏകദേശം ഈ ഒരു ടോണിലും അതുപോലെ തന്നെ റെഡ് അങ്ങനെയൊക്കെയുള്ള ഒരു കളേഴ്സിലാണല്ലോ. ഇത് ജാലി പാറ്റേണിലുള്ള ഫ്ലോറൽ ഡിസൈൻസ് ആണ്. നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള കുർത്തികളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. വർക്കിംഗ് വുമൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫാബ്രിക് ആണ് കേട്ടോ. ഒട്ടും ചൂടെടുക്കുന്ന ഫാബ്രിക് അല്ല, കോട്ടൺ ഫാബ്രിക് തന്നെയാണ്. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഡിസൈൻസ് എല്ലാം പോകുന്നത്. ഒത്തിരി വീതിയുള്ള ഫാബ്രിക്, 48 ഇഞ്ചാണ് ഇതിന്റെ വീതി വന്നിരിക്കുന്നത്. നല്ലൊരു ഫാബ്രിക് തന്നെയാണ് കേട്ടോ. ഹാൻഡ് ബ്ലോക്കിലാണ് ഇതിന്റെ പ്രിന്റ് എല്ലാം തന്നെ വരുന്നത്. പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് യൂസ് ചെയ്താൽ നന്നായിരിക്കും. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് റെഡ് കളറിലേക്കാണ് കേട്ടോ. ഇത് കുറച്ചൊരു വലിയ പ്രിന്റ് ആണ്. നമ്മൾ സാധാരണ കാണുന്ന ആ ചെറിയ ചെറിയ പ്രിന്റ് അല്ല, പക്ഷെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആകുന്ന ഒരു കലങ്കാരി എന്ന് പറയുന്ന പെട്ടെന്നുള്ള ഡിസൈനില്ല, സെയിം ഡിസൈൻ പോലെ തന്നെ ഇങ്ങനെയായിരിക്കും ഈ ഒരു കളർ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. നമുക്ക് കുറച്ചുകൂടി ബ്രൈറ്റ്നസ് തോന്നിക്കുന്ന പോലത്തെ ഒരു ഡിസൈനും കളറുമാണ്. ഇതിനകത്ത് ബ്ലൂവും യെല്ലോയും കൂടെ ആയിട്ടുള്ള പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ആണ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ. അതിനകത്തേക്ക് പീച്ചും ബ്ലൂവും കൂടെ ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് പ്രിന്റ് വരുന്നത്. ഇതെല്ലാം നമ്മൾ മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് തരാനായിട്ട് കഴിയുന്നത്. 139 rupees ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു മെറൂണിഷ് ആയിട്ടുള്ള കളറിലേക്കാണ്. നല്ല കളർ തന്നെയാണ്. ഇതിനൊന്നും ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല, കാരണം 30s ആണ്. 30s by 30s ആയിട്ടുള്ള കോട്ടൺ ആണ്, തിക്കാണ്, നിങ്ങൾക്ക് അറിയാലോ. ത്രെഡ് കൗണ്ട് ആണ് ഈ 30s by 30s എന്നൊക്കെ പറയുന്നത്. അപ്പൊ കുറച്ചും കൂടി ഏഴ് അടുത്തടുത്ത് വരുന്ന ഫാബ്രിക് ആണ്. നെക്സ്റ്റ് വൺ ഗ്രീനിന്റെ തന്നെ ഒരു ടോണിലാണ് കേട്ടോ. ആദ്യം കണ്ട ഗ്രീനിന്റെ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു ടോൺ ആണ് കേട്ടോ. പീച്ചും ബ്ലൂ ഒക്കെ തന്നെയാണ് ഇതിന്റെയും ഡിസൈൻ വരുന്നത്. ഈ എല്ലാ ഫാബ്രിക്കിനും നമ്മുടെ ഒരു ഭാഗത്താണല്ലോ ഇവർ ഇതിനകത്ത് പ്രിന്റ് ചെയ്യുന്നത്, അപ്പൊ മറ്റേ ഭാഗത്ത് അതിന്റെ ഒരു നിഴല് പോലെ കാണുന്നതേ ഉള്ളൂ. ഇതൊരു തുണിയുടെ അകംഭാഗമാണ്. ഇതാണ് അതിന്റെ ഡിസൈൻ. ഞാൻ ആ ഫോൾഡിങ്ങിന്റെ ഡിഫറൻസ് കൊണ്ടാണ് ഇതിങ്ങനെ അങ്ങനെ വന്നത്. കുറച്ചും കൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വിസിബിൾ അല്ല. നെക്സ്റ്റ് വൺ റെഡ് ആണ്. റെഡിനകത്ത് ലീഫ് പ്രിന്റ് ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ഇങ്ങനെയായിരിക്കും ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് കേട്ടോ. ലാസ്റ്റ് വൺ വന്നിട്ടുള്ളതും റെഡ് ആണ്. ഇത് കുറച്ചുകൂടി ഒരു ബ്ലഡ് റെഡ് ആയിട്ടുള്ള കളറാണ്. ആ ഒരു ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട കളറല്ല, ബ്ലഡ് റെഡ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഇതിനകത്ത് ലീവ്സും ഉണ്ട്, ഫ്ലവേഴ്സും ഉണ്ട്. ഇത് എങ്ങനെയായിരിക്കും ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. 30s by 30s ആയിട്ടുള്ള കോട്ടണിൽ വന്നിരുന്ന കലങ്കാരിയിലുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 139 rupees ആണ്. 48 ഇഞ്ചാണ് ഇതിന്റെ വിഡ്ത് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഡിസൈനർ ടീം അവൈലബിൾ ആണ്. 8891060225 കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തും നമ്മൾ കൊറിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.